കുഞ്ഞുങ്ങളിൽ കാണുന്ന വികൃതി അടി കൊടുക്കേണ്ടതാണോ അതോ ട്രീറ്റ്മെന്റ് വേണ്ടതാണോ? പലപ്പോഴും മാതാപിതാക്കൾ പരാതി പറയാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരിടത്ത് അടങ്ങിയിരിക്കില്ല, ഭയങ്കര വികൃതിയാണ്, എപ്പോഴും പിരിപിരിപ്പ് സ്വഭാവം കാണിക്കുന്നു എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 4-5 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ അടങ്ങിയിരിക്കേണ്ടവരല്ല. അവരെപ്പോഴും വളരെ ഫിസിക്കലി ആക്റ്റീവായിട്ട് പുറത്തിറങ്ങി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഓടിച്ചാടി കളിച്ച് പഠിക്കേണ്ടവരാണ്. ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളത് കാരണം കുഞ്ഞിന് നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനോ സ്വീകരിച്ച് പെരുമാറാനോ കഴിയുന്നില്ല. ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് കുഞ്ഞിന് ഭാഷ പഠിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കഴിയുന്നില്ല. കുഞ്ഞിന് ഒരു 5-10 മിനിറ്റോ ഒരു പബ്ലിക് പ്ലേസിൽ വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഈ വികൃതിയോ ഹൈപ്പർ ആക്ടിവിറ്റിയോ ഉള്ളത് കൊണ്ട് പുതിയൊരു കാര്യം പഠിക്കാനോ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കാനോ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ പിയർ ഗ്രൂപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ കൂട്ടുകൂടി കളിക്കാനോ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ട്. ഒരു പക്ഷേ അത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ADHD ആയേക്കാം. അതിന് നമ്മൾ കൃത്യമായ അസസ്മെന്റും ബിഹേവിയർ തെറാപ്പിയും ഒക്യുപേഷണൽ തെറാപ്പി പോലുള്ള അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പി പോലുള്ള ചിട്ടയായ പരിശീലനങ്ങളും തെറാപ്പികളും നിർബന്ധമാണ്. ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് പേരൻസ് നിരീക്ഷിക്കുകയും അത് വെറും വികൃതിയാണോ ADHD ആണോ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് യഥാസമയം ശാസ്ത്രീയമായിട്ടുള്ള തെറാപ്പികളും ട്രീറ്റ്മെന്റും കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിനെ നമുക്ക് മിടുക്കനാക്കി എടുക്കാൻ പറ്റും.